ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷനാണ്. ഈ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണുക. ഒത്തിരി പേര് എന്നോട് ഡെയിലി വീഡിയോസ് ഇടാമോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഓർഡേഴ്സ് ഉണ്ടാവുകൊണ്ട് ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഒരുപാട് വീഡിയോസ് കയ്യിലുണ്ട് കേട്ടോ, കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒന്നരാടൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വായിക്കാം. നൈസ, അന്ന, ടിറ്റു, ഹബ്സ, അരൈസി, ഫാത്തിമ, ഷെറിൻ, ആയിഷ, സെൻഹ, ചിഞ്ചു, റാസിൽ, റഹ്മാൻ ആൻഡ് ഷെയ്ഖ മറിയം. അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രൈ പിക്സ് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ പിക്സൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആരുടെയെങ്കിലും കേക്കിൻ്റെ പിക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്പോഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg കോക്കനട്ട് കേക്കാണ് കേട്ടോ. അത് 2 പ്രാവശ്യം ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് ലെയറായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഞാൻ 4 ലെയറാണ് കേട്ടോ. ഒരു കേക്ക് 2 ലെയർ, അടുത്ത കേക്ക് 2 ലെയർ, അങ്ങനെ 4 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ ബേസാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെക്കാം. ഇനി കോക്കനട്ട് മിൽക്ക് വെച്ച് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഇറക്കി വെക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലൂ കളർ ക്രീമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കേക്ക് ബ്ലൂ കളർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ ക്രീം ബാലൻസ് ഉണ്ടായിരുന്നു. ആ ക്രീമാണ് ബ്ലൂ കളർ ഉള്ളത്. ബ്ലൂ കളർ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആരോമാറ്റിക്കിൻ്റെ ബ്ലൂവും അതുപോലെ മാജിക് കളേഴ്സിൻ്റെ നേവി ബ്ലൂ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലൂ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ടൈഗറിൻ്റെ ഓറഞ്ച് റെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ക്രീം കളറാണ് വേണ്ടത്. ബ്ലൂവും അതുപോലെ ഓറഞ്ച് റെഡും കൂടെ ആഡ് ചെയ്താലാണ് ആ ഒരു കളർ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് പുറത്തത്തെ ഐസിങ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷാണ് വേണ്ടത്. ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ ലൈൻസും ഉള്ള മോഡലായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കോപ്പർ സ്പ്രേ ഡസ്റ്റ് ആണ്. ഈ ഒരു ബോട്ടിലും ഇതിൻ്റെ റേറ്റ് എഴുതിയിട്ടുള്ളത് 425 കേട്ടോ. പക്ഷേ ഷോപ്പിൽ 250 നമുക്ക് അവർ തരുന്നുണ്ട്. ഇത് ബേക്ക് ആൻഡ് പാക്കിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്, അവരുടെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ സിൽവർ സ്പ്രേ ഡസ്റ്റ് അതുപോലെ ഗോൾഡൻ സ്പ്രേ ഡസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. എല്ലാത്തിനും 250 രൂപയുള്ളൂ. കേക്ക് ഞാൻ തലേ ദിവസമാണ് ഇതുപോലെ ഐസിംഗ് ഒക്കെ ചെയ്തെങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നിട്ട് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നെയാണ് ഞാൻ ഈ ഒരു കോപ്പർ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേക്ക് പുറത്തെടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതുമൊന്നും ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു ഗോൾഡൻ ഡസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് ഫസ്റ്റ് ടൈം ചെയ്തതായതുകൊണ്ട് എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നെയാണ് അങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. കുറച്ച് ടൈം കൂടുതലെടുക്കും ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കേക്ക് കണ്ടിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് എയർ ബ്രഷ് കൊണ്ട് ചെയ്തിട്ടുള്ളതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് എയർ ബ്രഷ് ഒന്നും അല്ല കേട്ടോ, ഇതുപോലെ സ്പ്രേ ഡസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും, സുഖമാണ്. എയർ ബ്രഷിനൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അതിലും നല്ലത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് ചെയ്യാൻ നല്ലത്. ഈ ഒരു ബോട്ടിൽ 2 കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള ഡസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് ഫുള്ള് കവർ ചെയ്തിട്ടും ബാലൻസ് ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് കോപ്പർ ഡസ്റ്റ് വെച്ചിങ്ങാണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിമെയ്ഡ് ഫ്ലവർ ആണ് കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണ വെടിക്കോ ഇവൻ്റെ ഷോപ്പിൽ നിന്നാണ് ഈ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുള്ളത്. ഇനി ബ്ലാക്ക് കളർ വിപ്പിംഗ് ക്രീം ഇതുപോലത്തെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ നെയിമും കൂടെ എഴുതുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബലൂൺ വെക്കാം. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ആൻഡ് പാക്കിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു പാക്കറ്റിൽ നമുക്ക് സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വേറെ 2-3 ബലൂൺസും കൂടെ ഉണ്ട് ആ പാക്കറ്റിൽ, റെഡും ഗോൾഡൻ കളറൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു പാക്കറ്റിന് 90 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കറ്റിൽ തന്നെ ഈ ഒരു സ്റ്റിക്ക്, ഈ ഒരു കോപ്പർ കളറിലുള്ള ഇതിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആ പാക്കറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഈ ഒരു ബലൂണിൻ്റെ സെൻട്രലായിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ടോപ്പറാണ് കേട്ടോ, കേക്കിൽ വെക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ടോപ്പറാണ്. അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിങ് സ്റ്റിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബലൂണിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ ടാപ്പ് വെച്ചിങ്ങാറ് ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 kg കോക്കനട്ട് കേക്കാണ്. 1 kg കോക്കനട്ടിന് 750 രൂപയാണ്. പ്ലസ് ഇതിൻ്റെ ഡെക്കറേഷന് മാത്രമായിട്ട് ഞാൻ 550 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 750 + 550 1300 രൂപയാണ് ഞാൻ ഈ ഒരു കേക്കിന് ടോട്ടലായിട്ട് മേടിച്ചിട്ടുള്ളത്. ഇതെൻ്റെ കേക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്, ക്രിയേറ്റീവ് കേക്ക്സ് എന്നാണ് പേജിൻ്റെ നെയിം. അപ്പോൾ ഇതിൽ ഒരുപാട് കേക്കിൻ്റെ വെറൈറ്റി പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല കിടിലൻ വീഡിയോസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തിന് ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അത് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.